പത്രികാ ഗേറ്റിലെ മനോഹരമായ കാഴ്ചകൾ കണ്ട ശേഷം തൊട്ടടുത്തു തന്നെയുള്ള മറ്റൊരു കവാടമായ ദ്വാരദ്വാറിലേക്ക് ഞങ്ങൾ കടന്നു. ജയ്പൂരിലെ മാളവ്യ നഗറിലെ ജവഹർ സർക്കിൾ ഗാർഡനിൽ സ്ഥിതി ചെയ്യുന്ന ഈ കവാടം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് വാസ്തുവിദ്യാശില്പിയായ ഡോക്ടർ അനൂപ് ഭർത്താരിയാണ്. 42 കമാനങ്ങളും 216 തൂണുകളും ഉൾക്കൊള്ളുന്ന ഈ മാർബിൾ കവാടം 11 മീറ്റർ ഉയരവും 104 മീറ്റർ വീതിയുമുള്ളതാണ്. പരമ്പരാഗത രാജസ്ഥാനി മുഗൾ വാസ്തുവിദ്യാ ശൈലികൾ ഇതിൽ സമന്വയിപ്പിച്ചതായി കാണാം. പഴയ രാജസ്ഥാനി കൊട്ടാരങ്ങളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ വളരെ സങ്കീർണമായ ഡിസൈനുകളാണ് ഇതിന്റെ മാർബിൾ തൂണുകളിൽ മുഴുവൻ കൊത്തിവെച്ചിട്ടുള്ളത്. അതിനു മുകളിലായി തട്ടുകളായി നിൽക്കുന്ന മനോഹരമായ ആർച്ചുകളുടെ കൂട്ടത്തോടെ ഒരു പിരമിഡ് ശൈലിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വെറുതെ ഒരു കല്ലിലല്ല ഇതുണ്ടാക്കിയിരിക്കുന്നത്. താജ്മഹൽ നിർമ്മിക്കുന്നതിനായി ഉപയോഗിച്ച അതേ മക്രാന മാർബിളിലാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. പകൽ വെളിച്ചത്തിൽ സൂര്യപ്രകാശം ഈ മാർബിളിൽ തട്ടി പ്രതിഫലിക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. നൂറ്റാണ്ടുകളുടെ പഴക്കമില്ലെങ്കിലും ജയ്പൂരിന്റെ ആ പഴയ പ്രൗഢിയും ഭംഗിയും നിലനിർത്താൻ 2024 രാജസ്ഥാൻ സർക്കാർ ഒരുക്കിയെടുത്ത മനോഹരമായ ഒരു പുതിയ ലാൻഡ്മാർക്കാണിത്. രാജസ്ഥാന്റെ സമ്പന്നമായ പാരമ്പര്യത്തെയും അവരുടെ അതുല്യമായ കരകൗശല വൈദഗ്ധ്യത്തെയും മനോഹരമായി പ്രതിനിധീകരിക്കുന്ന നിർമ്മിതിയാണ് ദ്വാരദ്വാർ. ദ്വാരദ്വാറിന്റെ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇനി ഞങ്ങൾ പോകുന്നത് ആൽബർട്ട് ഹാൾ മ്യൂസിയത്തിലേക്കാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ചരിത്രശേഷിപ്പുകൾ കൊണ്ട് സമ്പന്നമായ ആൽബർട്ട് ഹാൾ മ്യൂസിയത്തിലെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഞങ്ങളുടെ രാജസ്ഥാൻ യാത്രകൾ തുടരുകയാണ്.